ുള്ളവരെ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഇന്ത്യ പോസ്റ്റിൻ്റെ ഏറ്റവും നവീനമായ ഒരാശയത്തെക്കുറിച്ചാണ്. ഇന്ത്യ പോസ്റ്റ് ഇന്ത്യയുടെ ഏറ്റവും പഴക്കം ചെന്ന 170 വർഷം പഴക്കമുള്ള നമ്മുടെ ആശയവിനിമയ മേഖലയിൽ സമ്പുഷ്ടമായിരുന്ന ഒരു തപാൽ സംവിധാനത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമുക്ക് പണ്ട് കാലത്ത് ഇമെയിലുകളും വാട്സപ്പും ഇൻസ്റ്റഗ്രാമും എത്തുന്നതിന് മുമ്പ് ഇന്ത്യയുടെ മുക്കിലും മൂലയിലും കണക്ടിവിറ്റിയുള്ള ഒരേ ഒരു സംവിധാനം ഇന്ത്യ പോസ്റ്റിൻ്റെതാണ്. ഇപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ആക്സസിബിലിറ്റി ഉള്ളത് ഇന്ത്യ പോസ്റ്റിനാണ്. അപ്പം 170 വർഷങ്ങൾക്ക് മുമ്പ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തുടക്കമിട്ട ഇന്ത്യ പോസ്റ്റാണ് പുതിയതായിട്ട് നവീനമായ ഒരു ആശയത്തെ പങ്കുവെക്കുന്നത്, ഡിജിപിൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് പിൻകോഡ് സമ്പ്രദായമാണ്. ഇന്ത്യയിൽ 23 പോസ്റ്റൽ സർക്കിളുകളാണുള്ളത്. അതിൽ ഓരോ സർക്കിളുകളിലും ഈ പിൻകോഡ് സമ്പ്രദായമായിരുന്നു പിന്തുടർന്നുകൊണ്ടിരുന്നത്. ആ പിൻകോഡ് സമ്പ്രദായത്തെ മാറ്റിക്കൊണ്ട് നോ യുവർ ഡിജിപിൻ, അതായത് നമ്മുടെ എക്സാക്റ്റ് ലൊക്കേഷൻ നമ്മൾ പോയി നമ്മൾ ലൊക്കേഷൻ്റെ ആക്സസിബിലിറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും നമ്മുടെ സ്ഥലം എവിടെയാണ്, നമ്മുടെ വീട് എവിടെയാണ് കറക്റ്റ്. ആ പിൻകോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഡെലിവറി കുറച്ചുകൂടെ ഫാസ്റ്റും ആക്യുറേറ്റും ആവാൻ വേണ്ടിയിട്ട് ഇന്ത്യ പോസ്റ്റ് അവതരിപ്പിക്കുന്നതാണിത്. അപ്പം നമ്മൾ ഗൂഗിൾ എടുക്കുക, ഗൂഗിളിൽ പോയി ഡിജിപിൻ എന്ന് കൊടുക്കുക. ഡിജിപിൻ കൊടുക്കുമ്പോൾ നമുക്ക് ഇന്ത്യ പോസ്റ്റിൻ്റെ വെബ്സൈറ്റിൽ ഡിജിപിനെ കുറിച്ചുള്ള ഇൻഫർമേഷനാണ് ഈ ഫസ്റ്റിൽ കാണുന്നത്. ഇത് ഇൻഫർമേഷൻ നമുക്ക് കാണാൻ പറ്റും. സെക്കൻഡ്, നോ യുവർ ഡിജിപിൻ. ഈ നോ യുവർ ഡിജിപിൻ നമ്മൾ നമ്മളിത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് എക്സാക്റ്റ് ആയിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളത് നമുക്ക് കിട്ടും. നമുക്കിങ്ങനെ മാറ്റി മാറ്റി കൊടുത്തുകൊണ്ടിരിക്കാം. മനസ്സിലായോ? അപ്പോൾ അല്ലെങ്കിൽ സെർച്ച് ലൊക്കേഷൻ, ഇവിടെ രണ്ടെണ്ണം, സെർച്ച് ഡിജിപിൻ, സെർച്ച് ലൊക്കേഷൻ. അപ്പോൾ നമുക്ക് എക്സാക്റ്റ് ആയിട്ടുള്ള നമുക്ക് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള സ്ഥലം, നമുക്ക് നമ്മുടെ സ്ഥലം അല്ലെങ്കിൽ പോലും കേരളത്തിൽ എവിടെ വേണമെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയാണ് നമുക്ക് അയക്കേണ്ടത് കറക്റ്റായിട്ട് നമ്മളത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായോ? നേരത്തെ ആ പിൻകോഡ് സമ്പ്രദായം, പിൻകോഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 690 523 എന്ന് പറയുന്നത് ആലപ്പുഴയിൽ ഏതെങ്കിലും ഒരു സ്ഥലമായിരിക്കും. അതിൽ തന്നെ കുറേ ഏരിയ ആണ്. പണ്ട് കാലത്ത് ആ പിൻകോഡ് സമ്പ്രദായം എന്ന് പറയുമ്പോൾ കുറേ ഏരിയ, ഒരു 5-6 കിലോമീറ്റർ ഉൾപ്പെടുന്ന ഒരു സബ് ഓഫീസ് ഉണ്ടാവും. ആ സബ് ഓഫീസിൻ്റെ അണ്ടറിൽ കുറേ ഏരിയകൾ കാണും. അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിവറി സംവിധാനം അത്ര എളുപ്പമാക്കില്ല. പക്ഷേ ഇപ്പോഴത്തെ പുതിയ സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റ് വീടിരിക്കുന്ന ലൊക്കേഷൻ പോസ്റ്റ്മാൻ വരെ തിരിച്ചറിയാൻ കഴിയും, അല്ലെങ്കിൽ പോസ്റ്റ്മാൻ അല്ലെങ്കിൽ പോസ്റ്റ് വുമൺ വരെ തിരിച്ചറിയാൻ കഴിയുന്ന ഈസി ആയിട്ടുള്ള ലൊക്കേഷൻ ആക്സസിബിളാണ്. അപ്പം ഡെലിവറി സംവിധാനത്തെ അത് ത്വരിതപ്പെടുത്തുകയും അത് കൂടുതൽ മെച്ചപ്പെട്ട സേവനങ്ങൾ ഇന്ത്യൻ പൗരന്മാർക്ക് നൽകാൻ ഉതകുന്ന തരത്തിലാണ് ഇന്ത്യ പോസ്റ്റ് ഈ ആശയത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ എല്ലാ മുക്കിലും മൂലയിലുമുള്ള നമ്മുടെ ഇന്ത്യ പോസ്റ്റിൻ്റെ ഈ ഒരു സംവിധാനം നമ്മൾ ഉപയോഗപ്പെടുത്തുക. നമ്മൾ അറിഞ്ഞിരിക്കുക, നമ്മുടെ പുതിയ ഡിജിപിൻ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. ഇതൊക്കെ നമ്മുടെ വളരെയധികം എഫിഷ്യൻ്റായിട്ടും ഡെലിവറി സംവിധാനം മെച്ചപ്പെടുത്താൻ നമുക്ക് ഇന്ന് അയച്ച നാളെ തന്നെ കിട്ടുന്ന രീതിയിലേക്ക് ഇന്ത്യ പോസ്റ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സംവിധാനം നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഡിജിപിൻ മനസ്സിലാക്കുക, അത് ഉപയോഗപ്പെടുത്തുക. ഓക്കെ, നമസ്കാരം.